ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മളൊരു അടിപൊളി സാൻഡ്വിച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു സാൻഡ്വിച്ച് ചിക്കനോ ബീഫോ ഒന്നും കൊണ്ടല്ല റെഡിയാക്കി എടുക്കുന്നത്, പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ലുക്കും അതേ ടേസ്റ്റും ഉള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ നടക്കുന്ന ഗിവ് അവേ കോൺടെസ്റ്റിൻ്റെ കാര്യം ആരും മറക്കണ്ട, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു സാൻഡ്വിച്ച് ബ്രെഡിനുള്ള മാവാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ 1 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർക്കുന്നുണ്ട്. ഞാനിത് പാലാണ് കുഴച്ചെടുക്കുന്നത്, കുറച്ച് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം കൊണ്ട് പാല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പാല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി യൂസ് ചെയ്യാം, അതും ഇല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുക്കണം. 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യം ലാസ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ബട്ടർ ചേർത്തപ്പം അതും ഇല്ലയെന്ന് കുറേ പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ യൂസ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ആ പാലിൽ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഫെർമെൻ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനാവശ്യത്തിനുള്ള മൈദ ചേർത്തിട്ട് നല്ല കട്ടിയിലൊന്ന് കുഴച്ചെടുക്കണം. ഇതിന് എത്രത്തോളം മൈദ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാക്കി എടുക്കുക. ഇത് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഫെർമെൻ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് സ്പേസ് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വലിയ ബൗളിലേക്ക് മാറ്റിയതാണ്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നം കൊണ്ട് മല്ലിയില കിട്ടിയിട്ടില്ല എന്ന്, പക്ഷേ ഇപ്പോൾ കിട്ടി കേട്ടോ. പിന്നെ ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങിയിട്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മഞ്ഞക്കുരു എടുത്തിട്ടുണ്ട്. വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ടില്ല. മഞ്ഞക്കുരു വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞക്കുരു ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയണൈസ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല, മുമ്പ് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവാണ്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ബോൾ എടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് 2 കൈയും വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് കുറച്ച് നീളത്തിൽ സമൂൻ്റെ ഷേപ്പിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. കുറച്ച് നീളത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ ചെയ്യാം. ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് നീളത്തിൽ ചെയ്തെടുക്കുക. നടുവിൽ നമുക്ക് ഫില്ലിങ് വെക്കാനുള്ള ഒരു ഗ്യാപ്പും വേണം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, നിങ്ങൾക്ക് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ആദ്യം കവർ ചെയ്യുക. പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കൈ വെച്ചിട്ട് ഇതാ കുറച്ച് നീളത്തിൽ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു ചിക്കൻ റോളിൻ്റെ ഷേപ്പ്, ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് തീ അങ്ങ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവാതെ
പെട്ടെന്ന് പുറം ഭാഗം നല്ല കളറായി മാറും, പക്ഷെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം എടുക്കും. ഇതുപോലെ നല്ല വീർത്ത് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി വരും. എണ്ണ കുടിക്കുന്ന പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഗുണ്ട് പണിയായിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിമ്പിളാണ്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിൻ്റെ നടുവേ ഒന്ന് കീറി കൊടുക്കുക, മുറിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ബ്രെഡായിട്ടാണ് ഉള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യണം നന്നായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് ചേർക്കാം, അല്ല കെച്ചപ്പ് ചേർക്കണമെങ്കിൽ കെച്ചപ്പ് ചേർക്കാം. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല, കാരണം നമ്മളെല്ലാം ഫില്ലിങ്ങിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി. നമുക്ക് നോമ്പ് കുറിക്കുന്ന സമയത്ത് നമ്മുടെ വയറങ്ങ് ഫില്ലായി കിട്ടും. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും, എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ശരി, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക തന്നെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്